നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിറ്റൂരിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി മത്സരിക്കില്ല. സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി മുരുകദാസ് ചിറ്റൂരിൽ പകരം സ്ഥാനാർത്ഥിയാകും. ISJD നിയോജക മണ്ഡലം യോഗത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി തന്നെയാണ് മുരുകദാസിന്റെ പേര് നിർദ്ദേശിച്ചത്. ഇനി മത്സരിക്കാനില്ലെന്ന് കൃഷ്ണൻകുട്ടി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വൈദ്യുതി ബോർഡ് അംഗമായ മുരുകദാസിന്റെ നിയമസഭയിലേക്കുള്ള ആദ്യ മത്സരമാണിത്. 2005-ലും 2015-ലും പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. ചിറ്റൂരിൽ സ്വാധീനമുള്ള നേതാവാണ് മുരുകദാസ്. അതുകൊണ്ട് തന്നെ ഗുണം ചെയ്യുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ. അതേസമയം കൃഷ്ണൻകുട്ടി തന്നെ മത്സരിക്കണമെന്ന ആവശ്യമാണ് CPM മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ പ്രായമായെന്നും പുതിയ ആളുകൾ വരട്ടെ എന്നുമാണ് കൃഷ്ണൻകുട്ടിയുടെ നിലപാട്. എന്നാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാനില്ല എന്ന് കൃഷ്ണൻകുട്ടി നിലപാട് വ്യക്തമാക്കിയതോടെയാണ് മറ്റൊരു സ്ഥാനാർത്ഥിയെ മത്സര രംഗത്തേക്ക് ഇറക്കുന്നത്. സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി മുരുകദാസ് ആണ് ചിറ്റൂരിൽ സ്ഥാനാർത്ഥിയാകുന്നത്. ISJD നിയോജക മണ്ഡലം യോഗത്തിലാണ് ഇത്തരത്തിൽ കെ കൃഷ്ണൻകുട്ടി മുരുകദാസിന്റെ പേര് നിർദ്ദേശിക്കുന്നത്. ഇനി മത്സരിക്കാനില്ല എന്ന കാര്യം കൃഷ്ണൻകുട്ടി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. തനിക്ക് പ്രായമായി ഇനി മത്സരിക്കാനില്ല, പുതിയ ആളുകൾ മത്സര രംഗത്തേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് വരട്ടെ എന്നൊരു നിലപാടായിരുന്നു കൃഷ്ണൻകുട്ടി സ്വീകരിച്ചിരുന്നത്. വൈദ്യുതി ബോർഡ് അംഗമായ മുരുകദാസിന്റെ നിയമസഭയിലേക്കുള്ള ആദ്യ മത്സരം കൂടിയാണിത്. 2005-ലും 2015-ലും പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു അദ്ദേഹം. ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. ചിറ്റൂരിൽ സ്വാധീനമുള്ള ഒരു നേതാവ് തന്നെയാണ് മുരുകദാസ്. അതിനാൽ തന്നെ വിജയസാധ്യത കൂടുതലുണ്ട് എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് മുരുകദാസിന്റെ പേര് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുണം ചെയ്യുമെന്ന്, അല്ലെങ്കിൽ ഈ ഒരു ചിറ്റൂർ മേഖലയിൽ മുരുകദാസിന്റെ സ്വാധീനം ഉള്ളതുകൊണ്ട് തന്നെ അത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നൊരു വിലയിരുത്തൽ ഉണ്ടാകുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വി മുരുകദാസിനെ തന്നെ നിർത്താൻ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. എന്നാൽ കൃഷ്ണൻകുട്ടി തന്നെ മത്സരിക്കണമെന്ന ആവശ്യമായിരുന്നു CPM മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ തനിക്ക് പ്രായമായെന്നും പുതിയ ആളുകൾ നേതൃനിരയിലേക്ക് വരട്ടെ എന്നൊരു നിലപാടിലാണ് കൃഷ്ണൻകുട്ടി ഉള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് പുതിയൊരു സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് വി മുരുകദാസ് മത്സര രംഗത്തേക്ക് എത്തുന്നത്. എറണാകുളം പുതുവൈപ്പിനിൽ മത്സ്യബന്ധന ബോട്ട് മുങ്ങി ഒരു മരണം. നീർക്കുന്നം സ്വദേശിയായ രഞ്ജനാണ് മരിച്ചത്. പുലർച്ചെ 5 മണിയോടെ കടലിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം ഉണ്ടായത്. 6 പേരാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. 5 പേരെ രക്ഷപ്പെടുത്തി. സെന്റ് സേവേഴ്സ് എന്ന ബോട്ടാണ് മുങ്ങിയത്. എറണാകുളം പുതുവൈപ്പിനാണ് പുലർച്ചെ 5 മണിയോടെ കടലിലേക്ക് പോയ ബോട്ട് മുങ്ങുന്നത്. ആ അപകടത്തിൽ 6 പേരാണ് ആ സമയത്ത് ബോട്ടിൽ ഉണ്ടായിരുന്നത്. ഇവരിൽ 5 പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അതിലാണ് ഇപ്പോൾ ഒരു മരണം സംഭവിക്കുന്നത്. 6ാമത്തെ ആളായ നീർക്കുന്നം സ്വദേശി രഞ്ജനാണ് മരിച്ചതെന്നൊരു വിവരം ലഭിക്കുന്നു. പുലർച്ചെ 5 മണിയോടെ ഇത്തരത്തിൽ കടലിലേക്ക് പോകുന്നതിനിടെയാണ് സെന്റ് സേവേഴ്സ് എന്ന ബോട്ട് മുങ്ങുന്നത്. ബോട്ടിൽ 6 പേരായിരുന്നു ആ അപകട സമയത്ത് ഉണ്ടായിരുന്നത്. ഇതിൽ 5 പേരെ രക്ഷപ്പെടുത്തിയിരുന്നു. എന്നാൽ ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. ഇപ്പോൾ അയാളുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. നീർക്കുന്നം സ്വദേശിയായ രഞ്ജനാണ് മരിച്ചത്.